ധീരയോദ്ധാവായ അർജുനൻ തന്റെ സ്നേഹിതനും സാരഥിയും മാർഗദർശിയും ഭാര്യാസഹോദരനും സർവോപരി ആരാധനാപാത്രവുമായ ശ്രീകൃഷ്ണനുമായി എന്നെങ്കിലും പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? തീർത്തും അസംഭവ്യം എന്ന് തന്നെ ചിന്തിക്കാവുന്ന ഇത്തരമൊരു പോരാട്ടം മഹാഭാരത കഥകളും ഉപകഥകളും പരിശോധിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. അത്തരം ശ്രീകൃഷ്ണ അർജുന പോരാട്ടങ്ങളുടെ കഥ പറയുകയാണ് അച്ഛൻ പറഞ്ഞ കഥകളുടെ 30-ാം ഭാഗം. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആദ്യത്തെ പോരാട്ടം സംഭവിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഗയൻ എന്ന ഗന്ധർവൻ ആകാശമാർഗേന ദ്വാരകയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അബദ്ധവശാൽ ഗയന്റെ വായിൽ നിന്നും ഭക്ഷണത്തിന്റെ ഒരു അവശിഷ്ടം താഴേക്ക് വീണു. ദൗർഭാഗ്യവശാൽ അത് ചെന്ന് പതിച്ചത് താഴെ നദിയിൽ ഇരു കൈകളാലും ജലം കോരിയെടുത്തുകൊണ്ട് സൂര്യദേവനെ ധ്യാനിച്ചുകൊണ്ട് നിന്ന ശ്രീകൃഷ്ണന്റെ കരങ്ങളിലേക്കാണ്. തന്റെ തീർത്ഥജലം അശുദ്ധമാക്കിയ ഗയനെ ശ്രീകൃഷ്ണൻ വധിക്കുമെന്ന് ശപഥം ചെയ്തു. ശ്രീകൃഷ്ണന്റെ ശപഥം കേട്ട ഗയൻ ഭയന്ന് വിറയ്ക്കുകയും തന്റെ മരണം ആസന്നമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിന്ന ഗയന്റെ അരികിലേക്ക് കലഹപ്രിയനായ നാരദ മഹർഷി വന്നെത്തി. നാരദ മഹർഷി കാര്യങ്ങൾ അന്വേഷിക്കുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. നാരദ മഹർഷി ഗയനോട് പറഞ്ഞു, ഇനി ഗയനെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നും അത് അർജുനാണെന്നും പറഞ്ഞു. നേരെ ഹസ്തിനപുരത്തേക്ക് ചെന്ന് അർജുനന്റെ സഹായം അഭ്യർത്ഥിക്കാനും നാരദൻ ഗയനെ ഉപദേശിച്ചു. അങ്ങനെ ഗയൻ നേരെ ഹസ്തിനപുരത്തെത്തുകയും അർജുനനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. തന്നെ ഒരാൾ വധിക്കാൻ ആഗ്രഹിക്കുമെന്നും അയാളിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്നും ഗയൻ അർജുനനോട് അപേക്ഷിച്ചു. ആ എതിരാളി ആരായാലും ഗയനെ താൻ സംരക്ഷിച്ചിരിക്കുമെന്ന് അർജുനൻ ഗയന് വാക്കുകൊടുത്തു. എന്നാൽ പിന്നീടാണ് അർജുനന് തനിക്ക് പറ്റിയ അമളി മനസ്സിലാകുന്നത്. തന്റെ എതിരാളി ശ്രീകൃഷ്ണനായിരിക്കുമെന്ന് അർജുനൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ എന്തായാലും വാക്ക് കൊടുത്തു പോയല്ലോ. വാക്ക് മാറ്റി പറയുന്നത് ഒരു യോദ്ധാവിന് ചേർന്നതല്ലെന്നും വാക്ക് മാറ്റുന്നത് മരണത്തിന് തുല്യമാണെന്നും അർജുനനിലെ പോരാളി വിശ്വസിച്ചിരുന്നു. അർജുനനാണ് തന്റെ എതിരാളിയായി എത്തുന്നതെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചു. താൻ ഒരിക്കലും അർജുനനുമായി പോരടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്റെ ശപഥം തനിക്ക് പാലിച്ചേ പറ്റുമെന്നും ശ്രീകൃഷ്ണൻ ഉറച്ചു നിന്നു. എന്നാൽ താൻ നൽകിയ വാക്ക് പിൻവലിക്കുന്നത് മരണത്തിന് തുല്യമാണെന്ന് താൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു അർജുനന്റെ മറുപടി. അങ്ങനെ ശ്രീകൃഷ്ണ അർജുന പോരാട്ടം തുടങ്ങി. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ പോരടിക്കുന്നു എന്ന് കേട്ട് ദേവന്മാരും ഗന്ധർവന്മാരുമെല്ലാം കാഴ്ചക്കാരായി എത്തി. തുല്യ ശക്തികളുടെ പോരാട്ടം നാഴികകളോളം നീണ്ടു. പതിയെ പോരാട്ട വീര്യം ഇരുവരെയും ബാധിച്ചു തുടങ്ങി. അങ്ങനെ യുദ്ധവീര്യത്തിന്റെ ചൂടിൽ ഇരുവരും തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹബന്ധവും എല്ലാം മറന്നു. തികഞ്ഞ എതിരാളികളെ പോലെ, തികഞ്ഞ പോരാളികളെ പോലെ അവർ യുദ്ധകളത്തിൽ ഏറ്റുമുട്ടി. പതിയെ യുദ്ധവീര്യത്താൽ അർജുനൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ പുറത്തെടുത്തു. അർജുനന്റെ ദിവ്യാസ്ത്രങ്ങളെ ശ്രീകൃഷ്ണൻ തന്റെ നാരായണാസ്ത്രത്താൽ നിഷ്പ്രഭമാക്കി. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അസ്ത്രങ്ങളും അർജുനന്റെ പല അസ്ത്രങ്ങളാലും നിർവീര്യമാക്കപ്പെട്ടു. ഇങ്ങനെ യുദ്ധം തുടരുകയും മറ്റ് മാർഗമില്ലാതെ വന്നപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം എടുക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ സുദർശന ചക്രം എടുക്കുന്നത് കണ്ട അർജുനൻ തന്റെ പാശുപതാസ്ത്രം പുറത്തെടുത്തു. ഈ രണ്ട് ആയുധങ്ങളും ഒരുമിച്ച് പ്രയോഗിച്ചാൽ ഈ ലോകം തന്നെ നശിക്കുമെന്ന് തിരിച്ചറിവുള്ള ദേവഗണങ്ങൾ ബ്രഹ്മാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ അനുരഞ്ജനത്തിനായി ബ്രഹ്മാവ് കളത്തിലെത്തി. ബ്രഹ്മാവ് ഇരുവരോട് പിന്മാറണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഇരുവരും ചെവിക്കൊണ്ടില്ല. ശ്രീകൃഷ്ണൻ തന്റെ ശപഥം പാലിക്കുമെന്നും അർജുനൻ തന്റെ വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ലെന്നും അറിയിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇരുവരുടെയും വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു മാർഗം താൻ കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് അർജുനനോട് പറഞ്ഞു, ഗയനെ ശ്രീകൃഷ്ണന് വിട്ടു നൽകണമെന്നും അതിനുശേഷം പരിഹാരം താൻ കണ്ടെത്താമെന്നും പറഞ്ഞു. അങ്ങനെ അർജുനൻ ഗയനെ ശ്രീകൃഷ്ണന് വിട്ടു നൽകി. തന്റെ അരികിലെത്തിയ ഗയനെ ശ്രീകൃഷ്ണൻ വധിച്ചു. ഗയനെ വധിച്ച ശ്രീകൃഷ്ണന്റെ ശപഥം നിറവേറുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിൽ നിന്ന് പുണ്യജലമെടുത്ത് ഗയന്റെ മേൽ തളിക്കുകയും ഗയൻ പുനരുജ്ജീവിക്കുകയും ചെയ്തു. അങ്ങനെ അർജുനന്റെ വാക്കും പാലിക്കപ്പെട്ടു. അർജുനൻ ശ്രീകൃഷ്ണന്റെ കാൽ തൊട്ട് വന്ദിക്കുകയും തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇത്തരമൊരു പോരാട്ടം താൻ ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ കാര്യങ്ങൾ വിശദീകരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം കുരുക്ഷേത്ര യുദ്ധം നടക്കുമെന്നും
അവിടെ അർജുനന് നേരിടേണ്ടി വരുന്നത് സ്വന്തം ബന്ധുജനങ്ങളെയും ഗുരുജനങ്ങളെയും ഒക്കെയുമാണെന്നും അവിടെ മനസ്സ് പതറാതിരിക്കാൻ ഇത്തരമൊരു പരീക്ഷണ ഘട്ടം നല്ലതാണെന്നും പറഞ്ഞു. ഇരുവരും പരസ്പരം ആശ്ലേഷിക്കുകയും പഴയ സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം തുടരുകയും ചെയ്തു. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള രണ്ടാമത്തെ പോരാട്ടത്തിന്റെ കഥ പറയുന്നതിന് മുൻപായി നമുക്കൊരു കഥാപാത്രത്തെ പരിചയപ്പെടേണ്ടി വരും. അത് അങ്കരാഭരണൻ എന്ന ഗന്ധർവനാണ്. ഒരു മികച്ച കലാകാരനാണെങ്കിലും ഒരു തികഞ്ഞ യോദ്ധാവ് കൂടിയായിരുന്നു അങ്കരാഭരണൻ. അങ്കരാഭരണൻ മനുഷ്യവർഗത്തെ മുഴുവൻ പുച്ഛത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. എത്ര വലിയ യോദ്ധാവാണെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യന് ഒരു ഗന്ധർവനെയോ ദേവനെയോ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം അങ്കരാഭരണനുണ്ടായിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും തങ്ങളുടെ യാത്രക്കിടയിൽ അങ്കരാഭരണനെ കണ്ടുമുട്ടി. മനുഷ്യവർഗത്തോട് മുഴുവൻ പുച്ഛമായിരുന്ന അങ്കരാഭരണൻ ഇരുവരെയും അളവറ്റ് പരിഹസിച്ചു. മഹാവിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും ശ്രീകൃഷ്ണനും മനുഷ്യനാണല്ലോ. ആ അർത്ഥത്തിൽ പരിഹാസം പരിധി കടന്നു. തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ അർജുനൻ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ശ്രീകൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ ഇതെല്ലാം നോക്കിക്കണ്ടു. അങ്ങനെ അർജുനനും അങ്കരാഭരണനുമായുള്ള യുദ്ധം തുടങ്ങി. കുറച്ചു നേരങ്ങൾക്ക് തന്നെ അങ്കരാഭരണന് മനസ്സിലായി ഒരിക്കലും അർജുനനെ തോൽപ്പിക്കാനാവില്ലെന്ന്. പതിയെ അങ്കരാഭരണൻ തന്റെ ജാലവിദ്യകൾ പുറത്തെടുത്തു. അപ്രത്യക്ഷനാവുകയും തന്റെ പല പ്രതിബിംബങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത് അർജുനനെ അങ്കരാഭരണൻ ആശയക്കുഴപ്പത്തിലാക്കി. അർജുനൻ പതറി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ പതിയെ യുദ്ധത്തിൽ ഇടപെടുകയും തന്റെ മാന്ത്രിക ശക്തിയാൽ, തന്റെ ദിവ്യശക്തിയാൽ അങ്കരാഭരണന്റെ മായിക ശക്തികളെ നിഷ്പ്രഭമാക്കുകയും ചെയ്തു. അങ്ങനെ അർജുനൻ നേർക്ക് നേർ നിന്ന് അങ്കരാഭരണനെ എതിരിടാനും അതുവഴി അങ്കരാഭരണനെ തോൽപ്പിക്കാനും കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ ഇടപെട്ടതുകൊണ്ടാണ് തനിക്ക് ജയിക്കാൻ പറ്റിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന അർജുനൻ അതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. തന്റെ കഴിവിനെ ശ്രീകൃഷ്ണൻ കുറച്ച് കണ്ടതുകൊണ്ടാണ് യുദ്ധത്തിൽ ഇടപെട്ടതെന്ന് വിചാരിച്ച് ശ്രീകൃഷ്ണനോട് അതിയായി കോപിഷ്ഠനാവുകയും ശ്രീകൃഷ്ണന് തന്റെ കഴിവ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായി ശ്രീകൃഷ്ണനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ എന്നാൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആത്മസംയമനത്തോടുകൂടി ഇതിനെ നേരിട്ടു. ശ്രീകൃഷ്ണൻ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ കഴിവുകളോട്, മായിക കഴിവുകളോട് പിടിച്ചു നിൽക്കാൻ ഒരു സാധാരണ മനുഷ്യന് എത്ര യോദ്ധാവാണെങ്കിലും പരിധികളുണ്ട് എന്ന് അർജുനനെ ശ്രീകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അർജുനന് തന്റെ തെറ്റ് മനസ്സിലാവുകയും ശ്രീകൃഷ്ണനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള മൂന്നാമത്തെ പോരാട്ടം നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ച പാണ്ഡവർ ഹസ്തിനപുരത്തിന്റെ ഭരണമേറ്റെടുത്തു. യുധിഷ്ഠിരൻ രാജാവാകുന്നതിന് മുന്നോടിയായി രാജസൂയം നടത്തണമെന്ന് നാരദ മഹർഷി പാണ്ഡവരെ ഉപദേശിച്ചു. ശ്രേഷ്ഠരായ രാജാക്കന്മാർ രാജ്യഭാരം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന യജ്ഞമാണ് രാജസൂയം. രാജസൂയത്തിന്റെ നിയമാവലി അനുസരിച്ച് സകല രാജ്യങ്ങളെയും ജയിക്കുകയും അതുവഴി ദിഗ്വിജയം നേടുകയും ചെയ്യണമായിരുന്നു. അതോടൊപ്പം തന്നെ സർവ്വരാജ്യങ്ങളിൽ നിന്നും ധനധാന്യങ്ങൾ ശേഖരിച്ച് ദാനധർമ്മങ്ങൾ നടത്തണമായിരുന്നു. യുധിഷ്ഠിരന്റെ രാജസൂയത്തിനായി ദിഗ്വിജയം നേടാൻ പുറപ്പെട്ടത് വില്ലാളി വീരനായ അർജുനനായിരുന്നു. സകല രാജ്യങ്ങളും അർജുനനോട് പോരാടാതെ തന്നെ കീഴടങ്ങി. പതിയെ അർജുനന്റെ ഉള്ളിൽ അഹന്ത വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ദ്വാരകയ്ക്ക് സമീപം എത്തിയപ്പോൾ യാദവ യോദ്ധാവായ ശ്രീകൃഷ്ണ ഭക്തനും യാദവ യോദ്ധാവുമായിരുന്ന കൃതവർമാവ് യാഗാശ്വത്തെ തടഞ്ഞു. അങ്ങനെ കൃതവർമാവും അർജുനനുമായി പോരാട്ടം നടന്നു. അർജുനനോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കൃതവർമാവ് ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചു. അങ്ങനെ സ്വന്തം ഭക്തന്റെ രക്ഷയ്ക്കായി ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിലെത്തി. ശ്രീകൃഷ്ണ അർജുന യുദ്ധത്തിന് വീണ്ടും കളമൊരുങ്ങി. തനിക്ക് അർജുനനോട് പോരാടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത് രാജസൂയത്തിന്റെ ഭാഗമായതിനാൽ തനിക്ക് പിന്മാറാനാവില്ലെന്ന് അർജുനനും മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു കടുത്ത പോരാട്ടം തന്നെ നടന്നു. തുല്യശക്തികളുടെ പോരാട്ടം ആരും ജയിക്കാതെ തുടർന്നു. യുദ്ധരംഗം ചൂടുപിടിക്കുകയും പതിയെ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി അവിടെ എത്തുകയും രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ കൃതവർമാവ് ശ്രീകൃഷ്ണനോട് യുദ്ധം നിർത്തണമെന്ന് അപേക്ഷിക്കുകയും ശ്രീകൃഷ്ണൻ പിന്മാറുകയും ചെയ്തു. അർജുനൻ ശ്രീകൃഷ്ണനോട് മാപ്പപേക്ഷിക്കുകയും രാജസൂയം ഭംഗിയായി നടത്താനുള്ള എല്ലാ അനുഗ്രഹ ആശിസുകളും ശ്രീകൃഷ്ണൻ അർജുനന് നൽകുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള 3 പോരാട്ടങ്ങളുടെ കഥ.
അധികമാരും പറയാത്ത കേൾക്കാത്ത കഥകൾ കണ്ടെത്തി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 31-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.